അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട്. സാധാരണ 5-10 മിനിറ്റും വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയാനുള്ളത്, എല്ലാ ടോപ്പിക്കും നമുക്ക് അങ്ങനെ ഷോർട്ടാക്കി ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡീപ്പായിട്ട് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കമന്റുകളിൽ എങ്ങനെയുണ്ട്, പ്രസന്റേഷൻ എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ ഞാൻ പറയുന്ന വിഷയങ്ങളിൽ റെഫറൻസ് നിങ്ങൾക്ക് വല്ലത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. അപ്പം അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബൈബിളിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബൈബിളിൽ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലൊക്കെ പലതരത്തിലുള്ള റെഫറൻസ് കാണാൻ സാധിക്കും. എല്ലാം എടുത്തു പറയാന്നുള്ളതല്ല, പകരം ഒരു ഒരു പാറ്റേൺ പോലെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടൊരു ഒരു ശ്രേണി, ഒരു പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള ബൈബിളിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണാം. ഓക്കെ. You believe in Isa? No. Yeah. See, us we believe in Isa and Musa. So now we have to talk about believing in God, believing in Prophet Muhammad. You know why Prophet Muhammad is a true prophet? We believe the Prophet Muhammad is a true prophet for Muslims. Yeah. You see, you know he's a. ഓക്കെ, ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഷംസി എന്നു പേരുള്ള മുസ്ലിം ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു യഹൂദ റബായുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഹൂദ റബായിയോട് ഷംസി പറയുകയാണ്, ഞങ്ങൾ മോശ പ്രവാചകനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദ റബായി പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഷംസി പറയുകയാണ്, ഞങ്ങൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുക. അപ്പോൾ യഹൂദ റബായി പറയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, യഹൂദന്മാർ ജൂതന്മാർ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നില്ല, നമുക്കറിയാലോ, അവരെപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പോൾ മൂന്നാമതായിട്ട് ഷംസി പറയുകയാണ്, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നുണ്ട്, അദ്ദേഹം പ്രവാചകനെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അത് പറയുമ്പോൾ യഹൂദ റബായി പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം, അംഗീകരിക്കുന്ന കാര്യമാണ്, അദ്ദേഹം അറേബ്യയിലേക്ക് വന്ന പ്രവാചകനാണെന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് ഒരു സന്ദർഭമല്ല കേട്ടോ. നമ്മൾ ഇത്തരത്തിലുള്ള ഡിബേറ്റുകളും ചർച്ചകളും കാണുന്ന സമയത്ത് പല സമയങ്ങളിലും പല ഇത്തരം എഴുത്തുകളിലൊക്കെ ഇത്തരം പണ്ഡിതന്മാരൊക്കെ യഹൂദ റബായിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നത് അവർ അംഗീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവർ മാത്രമല്ല, ഒരുപാട് ആളുകൾ, അംഗീകരിക്കാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷേ അങ്ങനെ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ ഇവർക്കൊരു പ്രശ്നമുള്ളൂ. ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് അംഗീകരിച്ചാൽ പോലും റസൂലിനെ ഫോളോ ചെയ്യാൻ തയ്യാറല്ല. അതിന് കാരണം നമുക്കറിയാം, ഈ ഒരു യഹൂദ വിശ്വാസ ആ ഒരു സംഹിതക്കകത്ത് അവരുടെ ഒരു വംശമുണ്ട്, ഒരു കാസ്റ്റ് സിസ്റ്റം. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാഹ്മണിക്കൽ സിസ്റ്റം പോലെ ഒരു സിസ്റ്റം അവർക്കുണ്ട്. അവരങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അവരെ വലിയൊരു ദൈവത്തിനടുക്കൽ ഏറ്റവും സ്വീകരിക്കപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ അവർ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഹയർ കാസ്റ്റ് എന്ന രീതിയിൽ അവർ കാണുന്നത്. അപ്പോൾ അവരുടെ വംശാവലിയിൽ നിന്ന് വരുന്ന ഒരു പ്രവാചകനെ മാത്രം അവർ ഫോളോ ചെയ്യുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലേക്കുള്ള സകല മനുഷ്യർക്കും വന്ന പ്രവാചകനാണ്. പക്ഷെ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല, അവർക്ക് ഫോളോ ചെയ്യാൻ തയ്യാറല്ല. അതാണ് ഇവിടെ മെയിൻ പ്രശ്നം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇപ്പോഴുള്ള യഹൂദ റബായിമാർക്കും ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാരക്ടറോ റസൂൽ കൊണ്ടുവന്ന തൗഹീദോ അതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ കറക്റ്റാണ്. അവർ തൗഹീദ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം തന്നെ അവർക്ക് യാതൊരു ഒരു തടസ്സം അവർക്ക് വിഷയത്തിലില്ല. പക്ഷെ അവർക്കുള്ള പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വംശത്തിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ കാണിച്ചു തന്നെ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ. 7-ാമത്തെ അധ്യായം 157 മുതൽ 158 വരെ വചനങ്ങൾ. ഞാൻ ഇങ്ങനെയുള്ള റെഫറൻസ് കാണിക്കുമ്പോൾ അധികവും ഞാൻ ഇംഗ്ലീഷിലേ കാണിക്കാം കേട്ടോ. ഖുർആൻ മാത്രമല്ല, ബൈബിള്. കാരണം ബൈബിള് നിങ്ങൾ മലയാളം ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ബൈബിളിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ അത്ര ഈസി അല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട്, കുറച്ചൊരു പ്രയാസമുണ്ട്. പക്ഷെ അത് കുറ്റമായിട്ട് മോശമായിട്ട് ഞാൻ പറയില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. അത് മലയാളം ട്രാൻസ്ലേഷൻ ആണെങ്കിലും നമ്മൾ കേൾക്കാത്തയും വായിക്കാത്തയൊക്കെ ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്തും പ്രത്യേക രീതിയിലുള്ള ഒരു വാക്കുകളൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്, കാരണം കുറച്ചുകൂടി സിമ്പിളാണ്. ഇനി അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ സ്വാഭാവികമായിട്ടും ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട്
ഞാൻ ഖുർആാനും കൂടി ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുക്കണം. അപ്പോൾ രണ്ടും ഒരേപോലെ ആവട്ടെ എന്ന് കരുതിയിട്ട്. അള്ളാഹു പറയുകയാണ്, ഇതൊരു ക്ലെയിമാണ്, ഇത് ഖുർആന്റെ ക്ലെയിമാണത്. ഇത് നിങ്ങൾ ഫസ്റ്റ് അറിയിക്കുക. ഈ ക്ലെയിമാണ് നമ്മൾ ഇവിടെ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അള്ളാഹു പറയാണ്, ദേ ആർ ദി വൺസ് ഹു ഫോളോ ദി മെസ്സഞ്ചർ. വിജയികളായ ആളുകളെ കുറിച്ച് പറ. അവർ നബിയെ, പ്രവാചകനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. മെസ്സഞ്ചറെ, ദൂതനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ദി അൺലെറ്റേഡ് പ്രോഫറ്റ്. നിങ്ങൾ ആ വാക്ക് കറക്റ്റ് ഓർത്ത് വെച്ചോ. അൺലെറ്റേഡ് പ്രോഫറ്റ്, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനെ. ഹൂസ് ഡിസ്ക്രിപ്ഷൻ ദേ ഫൈൻഡ് ഇൻ ദെയർ തോറ ആൻഡ് ദി ഗോസ്പൽ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണം അവർക്ക് തോറയിലും തൗറാത്തിലും അതേപോലെ തന്നെ ഇഞ്ചീലിനകത്തും കാണാൻ സാധിക്കും എന്ന് അള്ളാഹു പറയണം. ഇതാണ് ക്ലെയിം. അൺലെറ്റേഡ് പ്രോഫറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് തൗറാത്തിലും ഇഞ്ചീലിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവർ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. അതാണ് ഖുർആന്റെ ക്ലെയിം. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഫറൻസ് എടുത്തിട്ടുള്ളത് അദ്നാൻ റാഷിദും സാമുൽ ഗ്രീനും തമ്മിൽ ഡിബേറ്റ് ആണ്. അദ്നാൻ റാഷിദ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇസ്ലാമിക ദഅ്വ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഹദീസ് അത്തരം വിഷയങ്ങളിലൊക്കെ അത്യാവശ്യം എക്സ്പേർട്ടായ വ്യക്തിയാണ്. അതേപോലെ തന്നെ സാമുൽ ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തി ആരാന്നുള്ളതാണ് ആൻസറിങ് ഇസ്ലാം വെബ്സൈറ്റിന്റെ എഴുത്തുകാരനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ജബ്ബാറും ആരിഫൊക്കെ കൊണ്ടുവരുന്ന ഇസ്ലാമിക അവഹേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരും അതേപോലെ തന്നെ ഇസ്ലാം അവഹേളകരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻസറിങ് ഇസ്ലാം വെബ്സൈറ്റിലെ ആ ജബ്ബാറും ആരിഫൊക്കെ എടുക്കുന്ന അവരൊക്കെ ഇൻഫർമേഷൻ എടുക്കുന്ന, ജബ്ബാർ ഇപ്പോൾ ഒരുപാട് ഖുർആനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ലോ, ഇതൊക്കെ കൊണ്ടുവരുന്ന ഈ ആൻസറിങ് ഇസ്ലാം വെബ്സൈറ്റിൽ നിന്ന്. അപ്പം ആ വെബ്സൈറ്റിലെ എഴുത്തുകാരനാണ് സാമുൽ ഗ്രീൻ. അപ്പോൾ ഈ ഒരു ഡിബേറ്റിനകത്ത് അൽഹംദുലില്ലാ അദ്നാൻ റാഷിദ് സക്സസ്ഫുള്ളി വിജയിച്ചു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, സത്യം മാത്രമേ വിജയിക്കുള്ളൂ. ഒന്നാമത് നമ്മൾ മുസ്ലിങ്ങളുമായി ഡിബേറ്റുകൾ കാണുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ ഡിബേറ്റുകൾ എപ്പോഴും മുസ്ലിങ്ങളുടെ ഒരു മേൽക്കോയ്മ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെയും അദ്നാൻ റാഷിദ് സക്സസ്ഫുള്ളി വിജയിച്ചു എന്നുള്ളതാണ്. അതും സാമുൽ ഗ്രീൻ എന്ന് പറയുന്ന ഇസ്ലാം അവഹേളകൻ, അല്ലെ, ഖുർആനും ഹദീസൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കുന്ന ആൻസറിങ് ഇസ്ലാം വെബ്സൈറ്റിന്റെ വൺ ഓഫ് ദി ബിഗ് റൈറ്റർ, അയാളാണ് അവിടെ തോറ്റുപോയത് എന്നുള്ളൂടി മനസ്സിലാക്കുക. നമ്മൾ ഈ ബൈബിള് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ബൈബിൾ എന്താണെന്ന് അറിയണ്ടേ. ബൈബിൾ എന്ന് പറയുകയാണെങ്കിൽ ബിബ്ലിയ എന്ന് പറയുന്നൊരു വാക്കുന്നാണ് ബൈബിൾ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം ബൈബിളിന്. അപ്പോൾ ഒരു പുസ്തകമല്ല, പുസ്തകങ്ങൾ. ഈ ബൈബിൾ രണ്ട് ഭാഗങ്ങളുള്ളത്. ഒന്ന് ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമവും, പിന്നെ പുതിയ നിയമവും. അപ്പോൾ ഈ പഴയ നിയമം എന്ന് പറയുമ്പോൾ അതിനെ തനാക്ക് എന്ന് വിളിക്കുന്നത്. തനാക്ക് എന്ന് പറയുമ്പോൾ തോറ, പിന്നെ നബിയും അതേപോലെ തന്നെ കത്തുബിൻ. തോറ എന്ന് പറയുന്നത് തൗറാത്ത്, നമ്മൾ പറയുന്ന ഫസ്റ്റ് 5 പുസ്തകങ്ങളെയാണ് തോറ എന്ന് പറയുന്നത്. നബിയും എന്ന് പറയുകയാണെങ്കിൽ യെശയ്യാ പ്രവാചകന്, യെരമ്യാ പ്രവാചകൻ്റെയൊക്കെ ആ ഒരു വചനങ്ങളൊക്കെയാണ്. അത് അവരുടെയൊക്കെ കഥകളും കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് നബിമാരെ കുറിച്ചുള്ള കഥകൾ. പിന്നെ കത്തുബിൻ എന്ന് പറയുകയാണ് കിതാബുകൾ, മറ്റു കിതാബുകൾ. അതാണ് സോളമന്റെ പുസ്തകങ്ങൾ, പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനി 2 തരം പ്രവാചകന്മാരാണ് ഇവർക്കുള്ളത്. ഒന്ന് മൈനർ പ്രോഫറ്റും ഒന്ന് മേജർ പ്രോഫറ്റും. മൈനർ എന്ന് പറയുന്നത് വളരെ ചെറിയ ദൗത്യമായി വന്ന പ്രവാചകന്മാരും പിന്നെ വലിയ ദൗത്യമായി വരുന്ന പ്രവാചകന്മാരും. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ പ്രവാചകൻ ആരാണ്? അതാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മോശ പ്രവാചകനാണ് യഹൂദരുടെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ്ങിലുള്ള പ്രവാചകന്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ 4 സുവിശേഷങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സുവിശേഷം എന്ന് പറയുന്നത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത വചനങ്ങൾ അങ്ങനെ എഴുതി വെക്കുക, അതല്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം അക്കോർഡിംഗ് ടു ക്രൈസ്തവ ഇവർ വിശ്വാസമൊക്കെ അനുസരിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഈ സുവിശേഷങ്ങൾ എഴുതിയ ആൾക്കാർ ആരാന്ന് പോലും അറിയില്ല. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം, മാർക്കിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, ഈ സുവിശേഷങ്ങളൊക്കെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രങ്ങളാണ്. അപ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവിടെ പോയിട്ട് എന്ത് ചെയ്തു, കാനായിലെ കല്യാണത്തിന് പോയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ അദ്ദേഹം ഇവിടെ അങ്ങനെയുള്ള ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം സെക്കൻഡ് പേഴ്സൺ, മറ്റൊരു പേഴ്സൺ ഇത് ശരിക്കും കണ്ടെഴുതുന്നല്ല. ഇത് ശരിക്ക് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ജീവിച്ചിരുന്ന ആൾക്കാരും അല്ല എഴുതിയിട്ടുള്ളത്. അതിനൊക്കെ ശേഷം ഒരുപാട് കാലശേഷം ഉള്ള ആളുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ആരാന്ന് പോലും ഇവർക്ക് വ്യക്തമായിട്ട് ധാരണയില്ല. അപ്പൊ അങ്ങനെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രം, അതാണ് ഈ 4 ഗോസ്പൽസ് വരുന്നത്. അങ്ങനെ 4 ഗോസ്പലും എല്ലാം കൂടിയിട്ടുള്ളതാണ് ഒരു ന്യൂ ടെസ്റ്റമെന്റ്, പുതിയ നിയമം എന്നറിയപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കതിൽ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ
ബൈബിള്, ഈ പഴയ നിയമം പുതിയ നിയമമൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ തന്നെ റസൂലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, ഡിസ്ക്രിപ്ഷൻസ് കണ്ട് മനസ്സിലാക്കി ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത് പേർഷ്യയിലാണ്. അന്നത്തെ രണ്ട് വലിയ ശക്തികൾ എന്ന് പറഞ്ഞ റോമും പേർഷ്യയാണ്. അപ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സൊറാസ്ട്രിയൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ മജൂസികൾ എന്ന് പറയുന്ന, തീ ആരാധകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, അത്ര വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹം അതിനുശേഷം, ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം അതിനുശേഷം പിന്നീട് ക്രൈസ്തവതയിൽ ആകൃഷ്ടനാവുകയും പിന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന് അങ്ങനെ 6ഓളം പണ്ഡിതന്മാരുടെ കീഴിൽ, നിങ്ങൾ ആലോചിക്കണം, 6ഓളം പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഇസ്ലാം എന്ന് സ്വീകരിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുസ്നദ് അഹമ്മദ് 22,997 ഹദീസാണ്. ഇത് ഷൈഖ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഹസനാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, എങ്ങനെയാണ് ഈ പേർഷ്യയിൽ ജീവിക്കുന്ന ആൾക്ക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത്? അതിന് നമ്മൾ വീണ്ടും ഹിസ്റ്ററിയിലേക്ക് പോകണം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യേശു ക്രിസ്തുവിന്റെ കാലശേഷം, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശേഷം, ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിന് ശേഷം, ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് റോമൻ ഭരണാധികാരി അദ്ദേഹം ക്രൈസ്തവം സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഗോസ്പലുകളും, ഇപ്പോൾ ഇങ്ങനെയുള്ള 4 ഗോസ്പൽ ഇവർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ഇതല്ലാതെ ഒരുപാട് ഗോസ്പലുകൾ, ഒരുപാട് സുവിശേഷങ്ങൾ, ജീവചരിത്രങ്ങൾ, യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിരുന്നു. അപ്പൊ ഇത് എല്ലാം അവർ തള്ളിക്കളഞ്ഞ് അവര് പലരെയും അത് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ അവിടെ നാട് വിട്ടുപോയി, അവര് പേർഷ്യയിലേക്ക് പോയി, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോയി. അപ്പോൾ ഈ റോമൻ ഭരണാധികാരി സ്വീകരിക്കുന്ന അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ സഭ തീരുമാനിച്ചിട്ടുള്ള ആ 4 ഗോസ്പൽസ് അല്ലാതെ ബാക്കി എല്ലാ സുവിശേഷങ്ങളും നശിപ്പിക്കപ്പെടുകയോ അത് വിശ്വസിക്കുന്ന ആളുകൾ നാട് കടത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് നാട് കടത്തപ്പെട്ട് അവിടുന്ന് ഭയപ്പെട്ട് അവരുടെ മതം പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും വേണ്ടിയിട്ട്, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ക്രിസ്ത്യൻസ് അല്ല, ശരിക്കും ഇവര് വേറെ ഏത് വിശ്വാസികളാണ്. അപ്പൊ ഇവര് അങ്ങനെ പേർഷ്യയിലേക്ക് എത്തിയ ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ഒരു വിഭാഗം ആളുകളുടെ അടുത്ത് നിന്നാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് അതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ഹദീസിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം നോക്കുകയാണെങ്കിൽ, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുകയും അദ്ദേഹം യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ യഹൂദന്മാര് അദ്ദേഹത്തെ ഒരു അടിമയായിട്ട് മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ മദീനയിലേക്ക് എത്തിയ സമയത്ത് കുറച്ചു കാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഭാഗ്യം നോക്കണുണ്ടോ, അദ്ദേഹം ആദ്യം മദീനയിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് എത്തി, കുറച്ചു കാലം ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് കാര്യമുണ്ട്. ഇദ്ദേഹം ഒരു പണ്ഡിതനാണ്, കാരണം 6ഓളം പണ്ഡിതന്റെ കീഴിൽ പഠിച്ച വ്യക്തിയാണ്. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്ത കാര്യമാണ്, നബി സല്ലല്ലാഹു ഒരു പ്രവാചകൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ക്വാളിറ്റീസ് എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം ഒരു കുറച്ച് ഈന്തപ്പഴമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല ടയേർഡല്ലേ, വല്ല ടയേർഡാണല്ലോ, നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്തു വരുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ ഈ ഈന്തപ്പഴം നിങ്ങൾ ദാനമായിട്ട് സ്വീകരിച്ചാലെന്ന് പറയാം. അപ്പൊ അങ്ങനെ ദാനമായി കൊടുത്ത ആ ഒരു ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. അപ്പോൾ ഈ അന്ത്യപ്രവാചകൻ ദാനം സ്വീകരിക്കില്ല എന്നുള്ളത് അദ്ദേഹം പഠിച്ചൊരു കാര്യം കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഓക്കെ, ഒരു ഫസ്റ്റ് ഭാഗം ഓക്കെയാണ്. പിന്നെ അദ്ദേഹം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോകുന്നുണ്ട്. ഈന്തപ്പഴം കൊടുക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് നൽകുന്നു, ഗിഫ്റ്റായിട്ട്. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗിഫ്റ്റ് സ്വീകരിച്ചു, എന്നിട്ട് അതൊന്ന് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടെസ്റ്റും അദ്ദേഹത്തിന് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റി ഓക്കെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്ര, പ്രവാചക മുദ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിനും കഴുത്തിനും ഇടയിൽ ഒരു മുദ്രയുണ്ട്, പ്രവാചക മുദ്ര. ഇനി അത് കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഇദ്ദേഹം വരുന്നത് എന്തിനാന്നുള്ളത്. അങ്ങനെ റസൂൽ അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ 3 കാര്യങ്ങൾ മനസ്സിലായപ്പോൾ, ഒന്ന് ദാനം സ്വീകരിക്കില്ല, പിന്നെ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് സ്വീകരിച്ചു, മൂന്നാമതായിട്ട് ആ ഒരു പ്രവാചക മുദ്ര അതോടെ കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് പരിപൂർണമായിട്ട് വിശ്വാസിയായി, അദ്ദേഹം വിശ്വസിക്കുകയും ഇസ്ലാമിന് വേണ്ടിയിട്ട് പിന്നെ ജീവിക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ സഹാബിയായിട്ട് മാറുകയും ചെയ്തു. ഇനി നമ്മൾ മറ്റൊരാളെ കുറിച്ചിട്ട് നോക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണല്ലോ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് ഒരുപാട് വിമർശനമൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, നമ്മളതൊന്നും ഇന്ന് അഡ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ വാർ ക്യാപ്റ്റീവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് നബി അവരോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്, 2 ഓഫർ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫർ, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ, നിർബന്ധമല്ല അവിടെ, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ഓഫർ എന്താ? അവരെ മുസ്ലിമായി മാറുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ ഒരു ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ യഹൂദ മതവിശ്വാസിയായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, തുടരാം. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഓഫറിലും അവരെ അടിമയാക്കുന്നില്ല. 2 ഓഫറിലും പറയുന്നത് ഫ്രീഡമാണ്, ഫ്രീഡം. ഒന്നെങ്കിൽ നബിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവാം. ഒരാള് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് സാധാരണ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക? ആള് പറയാം എന്താ, എനിക്ക് നാട്ടിൽ പോയാൽ മതി എന്നല്ലേ പറയുള്ളൂ, സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലൊക്കെ ഒരാള്. പക്ഷെ ഇവര് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് നിന്നാൽ മതി എന്നാണ്. അപ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ഓഫർ കിട്ടിയിട്ടും ആ ഓഫർ സ്വീകരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, അതോടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അവർ പറയുന്നത്, നിങ്ങൾ എന്നെ ഇതിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് കൊതിച്ചിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിനെ ഞാൻ കൊതിച്ചിരുന്നു, ഞാൻ വിശ്വാസിയായിരുന്നു എന്ന് അവര് ഓൾറെഡി പറയണം, നബിയോട് പറയണത്. അപ്പോ എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പൊ അതിന്റെ ഒരു ബാക്കിൽ എന്താണുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നേരെ അതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ്. സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സമയത്ത് റസൂലിനെ കാണാൻ വേണ്ടി പോയി. റസൂലിനെ കണ്ടിട്ട് അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ ഇത് കേൾക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ പിതാവ് ഒരു യഹൂദ പണ്ഡിതനാണ്, യഹൂദ നേതാവാണ്. അപ്പൊ അവരുടെ അങ്കിളിനോട് പറയാണ്. അപ്പൊ അങ്കിൾ ചോദിക്കുകയാണ്, ആ ആളാണോ ആ ആള്, അതന്നെയാണോ ആള് എന്ന് ചോദിക്കുക. അപ്പൊ അതിന് മറുപടിയായിട്ട് പിതാവ് പറയാണ്, അതന്നെയാണ്, ആ ആള് തന്നെയാണ് ആള് എന്ന് പറയാം. അതായത് ഏതോ ഒരാള് അവര് വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ആ ആള് തന്നെയാണ് ആളെന്ന് പറയാം. വീണ്ടും നമ്മൾ അത് ആരാ നോക്കണ്ടേ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ആ ഒരാള് എന്ന് പറയുന്ന ആ ഒരാൾ ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നില്ലേ അല്ലെ? ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാട്ടോ. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ റെഫറൻസ് തരാം. ഇതിന്റെ റെഫറൻസ് ഇബ്നു ഹിഷാമിന്റെ അസ്സിറത്ത് നബവിയ വോളിയം 2 പേജ് നമ്പർ 257 മുതൽ 258 വരെയുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞതിന്റെ റെഫറൻസ്. അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യം കൂടി നമുക്കിത് പറഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അള്ളാഹു പറയാണ് സൂറത്ത് ബഖറ 146 വചനത്തിൽ അള്ളാഹു പറയാണ്, Those we have given the scripture recognize this prophet as they recognize their own children. അള്ളാഹു വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാർക്ക് സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ പ്രവാചകനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. യെറ്റ് എ ഗ്രൂപ്പ് ഓഫ് ദം ഹൈഡ്സ് ദ ട്രൂത്ത് നോവിംഗ്ലി. അതിൽ ഒരു കൂട്ടം ആളുകൾ അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആലോചിച്ചോ, 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് സ്വന്തം മക്കളെ പോലെ തിരിച്ചറിയുന്നുണ്ട്. 2, അവർ സത്യം മറച്ചു വെച്ച ആൾക്കാരും അവരിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ബൈബിൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ബൈബിൾ ഒരു ഓതന്റിക് ഗ്രന്ഥമാണെന്ന്. ബൈബിൾ ഒരു ഓതന്റിക് ഗ്രന്ഥമായിട്ട് മുസ്ലിങ്ങൾ കൺസിഡറേ ചെയ്യുന്നില്ല. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ നിയമത്തിലെ എഴുത്തുകാരാരാന്ന് നമുക്കറിയില്ല, ചെയിൻ ഓഫ് നരേഷൻ ഇല്ല. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഇറങ്ങിയ വചനങ്ങൾ തന്നെ അതേപോലെ സംരക്ഷിക്കപ്പെട്ടു നമ്മൾ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ പഴയ നിയമം, ഇപ്പം തൗറാത്ത്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏത് ഭാഷ സംസാരിച്ചു നമുക്കറിയില്ല. അതേപോലെ അദ്ദേഹത്തിന് അള്ളാഹു ഇറക്കി കൊടുത്ത വചനങ്ങൾ ഏത് ഭാഷയിലായിരുന്നു നമുക്കറിയില്ല. അദ്ദേഹത്തിലൂടെ ആരെല്ലാം അത് കേട്ടു, ചെയിൻ ഓഫ് നരേഷൻ എങ്ങനെയാണ് പോകുന്നത്, ആരൊക്കെ കേട്ടു സനദിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. അപ്പം മാനുസ്ക്രിപ്റ്റുകളും അവൈലബിൾ അല്ല, ഒന്നും ഇങ്ങനെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഓതന്റിക് ഗ്രന്ഥമല്ല. പക്ഷെ എന്നാലും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതിന് ഞാനൊരു റെഫറൻസ്, ഒരു രീതിയിൽ ഖുർആൻ എന്നൊരു ആയത്ത് പറഞ്ഞുതരാം. നേരത്തെ അവർ സ്വന്തമായിട്ട് ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതായത് അള്ളാഹു റസൂലിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ
റസൂലിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വേറൊരു ആയത്ത് രണ്ടാമത്തെ സൂറത്ത് ബക്ര തന്നെ 79-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, അവര് സ്വന്തമായിട്ട് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട്, ചില വചനങ്ങൾ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയിട്ട് അവർ അള്ളാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞു. അത് ഈ പറയുന്ന ആളുകളെ കുറിച്ച് പറയാണ്. അപ്പം അത് ഉദ്ദേശിക്കുന്നത് ഇത്തരം ആളുകൾ, ഇപ്പൊ യഹൂദ മതവിശ്വാസികളായിക്കോട്ടെ, ക്രൈസ്തവ മതവിശ്വാസികളായിക്കോട്ടെ, അവരെ കൈകൊണ്ട് സ്വന്തം എഴുതി ഉണ്ടാക്കിയിട്ട് ഒരു പറയും ഇത് അള്ളാഹുവിന്റെ വചനാന്ന് പറയും. ഇത് ഖുർആന്റെ മാത്രം ഒരു ക്ലെയിം അല്ല കേട്ടോ. നമ്മൾ ഇതേ കാര്യം നമുക്ക് യെരമ്യ പ്രവാചകൻ, ബൈബിളിന്റെ അകത്തുള്ള യെരമ്യ പ്രവാചകന്റെ 8:8 അധ്യായം 8-ാമത്തെ വചനം പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതില് യെരമ്യ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം കൂടി കേട്ടോ. ഹൗ ക്യാൻ യു സേ വി ആർ വൈസ്, നമ്മളെ ബുദ്ധിമാന്മാരാണെന്ന് നിനക്കെങ്ങനെ പറയാൻ സാധിക്കും, നമുക്കെങ്ങനെ പറയാൻ സാധിക്കും. ആൻഡ് ദ ലോ ഓഫ് ദിസ് ലോഡ് ഇസ് വിത്ത് അസ്, ദൈവത്തിന്റെ നിയമങ്ങൾ നമ്മളെ അടുത്തുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും. ബട്ട് ബിഹോൾഡ് ദ ലൈങ് പെൻ ഓഫ് ദി സ്ക്രൈബ്സ് ഹാസ് മെയ്ഡ് ഇറ്റ് ഇൻ ടു ലൈ, എഴുത്തുകാരുടെ കള്ളക്കോലുകൾ അതിനെ വികൃതമാക്കിയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. യെരമ്യ പ്രവാചകനം, അതായത് തൗറാത്ത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത്, മോശയുടെ നിയമങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. യഹൂദന്മാരോട് ചോദിക്കുകയാണ്. യഹൂദന്മാരെന്ന് പറയുമ്പോൾ ബനു ഇസ്രായേലോട് ചോദിക്കുകയാണ്. ബനു ഇസ്രായേലോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ദൈവത്തിന്റെ നിയമങ്ങൾ ഉണ്ട്, വചനങ്ങൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കും, എഴുത്തുകാരതിനെ വികൃതമാക്കിയില്ലേ എന്നുള്ളത്. ഇതേ കാര്യം തന്നെ അള്ളാഹു നേരത്തെ പറഞ്ഞത് സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ വചനമാണെന്ന് അവർ പറഞ്ഞു. ഇത് പഴയ നിയമത്തിലാണ്. ഇനി പുതിയ നിയമത്തിലും ഇതേ അവസ്ഥ ഉണ്ട് കേട്ടോ. ചില വചനങ്ങൾ ഇവർ കളഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമാണ്, സാധാരണ അവർ പറയാറില്ലേ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയില്ലേ. ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ കൊണ്ടുവന്നു, എല്ലാവരും കല്ലെറിയാൻ തുനിഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു വചനം ശരിക്ക് ഇവര് ഉണ്ടാക്കിയെടുത്ത വചനമാണ്. അതുകൊണ്ടാണ് ചില ബൈബിളുകൾ ആ വചനം എടുത്ത് കളഞ്ഞിട്ടുള്ളത്. കാരണം മാനുസ്ക്രിപ്റ്റ് കിട്ടിയ സമയത്ത്, ചില മാനുസ്ക്രിപ്റ്റുകളൊക്കെ കിട്ടിയ സമയത്ത് ആ മാനുസ്ക്രിപ്റ്റിലൊന്നും ഈ സാധനം ഇല്ല. അപ്പൊ അതിന് ശേഷമാണ് എഴുതപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അത്തരം വചനങ്ങളൊക്കെ ആ വചനം അതിന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 17:21, മാർക്ക് 7:16, മാർക്ക് 9:44-46 വരെ, റോമൻസ് 16:24 മുതൽ തുടങ്ങിയ ഒരുപാട് വചനങ്ങൾ ഇത്തരത്തിൽ ഒമിറ്റ് ചെയ്യപ്പെട്ടതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇത്തരത്തിലുള്ള പല പാസേജുകളും എടുത്ത് ഒഴിവാക്കിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ അവർ സ്വന്തമായിട്ട് എഴുതിണ്ടാക്കിയിട്ട് പടച്ചോന്റെ വചനമാണെന്ന് പറഞ്ഞ് എഴുതിണ്ടാക്കുകയും ചെയ്യും. കുറെ കാലം കഴിയുമ്പോൾ അതെടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ബൈബിൾ ഒരു ഓതന്റിക് ഗ്രന്ഥമൊന്നുമല്ല, എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. കാരണം അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് അതിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ നേരെ ഒരു ഹദീസിലേക്ക് കടക്കുകയാണ്. ഹദീസ് നമ്മളുടെ മാതാവ്, നമ്മളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ഹദീസാട്ടോ. ആ ഹദീസാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഓൾറെഡി ആ ചരിത്രം അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാം. അപ്പോൾ ജസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് മാലാഖയായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് നബിയോട് വായിക്കാൻ പറഞ്ഞു. ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. ഈ ഒരു കാര്യം ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലിട്രേറ്റ് പ്രോഫറ്റ്, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനെ കുറിച്ച് അള്ളാഹു ഓൾറെഡി ഇത്തരം ആളുകൾക്ക് തോറയിലും ഗോസ്പലിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു ഓൾറെഡി പറഞ്ഞ ഫസ്റ്റ് ഞാൻ ഒരു വചനം വായിച്ചിരുന്നു. അപ്പോൾ ഇല്ലിട്രേറ്റ്, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ. ഇവിടെ പറയുന്നത് എന്താ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയാണ് വായിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. അത് രണ്ടും കൂടി കണക്ട് ആയിക്കോട്ടെ. മൂന്നാമതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് യെശയ്യാ പ്രവചനം 29:12. അതിനകത്ത് ഒരു വചനം, ഇഫ് ദി സ്ക്രോൾ ഇസ് ഹാൻഡഡ് ടു സംവൺ ഹു കനോട്ട് റീഡ്, വായിക്കാൻ അറിയാത്തവന്റെ കയ്യിലേക്ക് പുസ്തകം കൊടുത്താൽ എന്നിട്ട് വായിക്ക് എന്ന് പറഞ്ഞാൽ അവൻ പറയും എനിക്കറിയില്ല വായിക്കാൻ. അപ്പൊ ഇത് ഇംഗ്ലീഷിലാണ്. നമുക്ക് ഇതിന്റെ അറബിക് ട്രാൻസ്ലേഷൻ നോക്കാട്ടോ. ഔ ഇദാ ഉതിയൽ കിതാബു ലിമൻ ലാ യുരിഫുൽ ഖിറാഅ വഖീല ലഹു ഇഖ്റ, വായിക്ക് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു സയഖൂൽ, അപ്പോൾ അദ്ദേഹം തിരിച്ച് ഉത്തരം പറയും ലാ ഉരിഫുൽ ഖിറാഅ, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല.
അപ്പോൾ ഇഖ്റ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ വെച്ച് പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് സാമ്യതയുള്ള ഒരു പ്രവചനമാണ് 29-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം യശയ്യ പ്രവചനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അവിടെ ഉത്തരം പറയുന്നതാണ് എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയും. നമ്മൾ ഇനി നേരെ ഇതിന്റെ ഹീബ്രു ട്രാൻസ്ലേഷൻ, പഴയ നിയമം ഹീബ്രു ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, അല്ലാതെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹീബ്രു ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും കാണാൻ സാധിക്കും യെശയ്യാ പ്രവചനം 29:12. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഖറ, ആ റീഡ് എന്ന ഭാഗത്ത്, വായിക്കുക എന്ന ഭാഗത്ത് ഖറ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഹീബ്രു ഭാഷയിലും വായിക്ക് എന്ന് അവിടെ പറയുമ്പോൾ വായിക്കാൻ ഖറ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് കണക്റ്റായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ അടുത്ത ഒരു ഭാഗത്തേക്ക്, ഈ ഹദീസിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. ഈ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ നേരെ അവരുടെ കസിനായിട്ടുള്ള വറക്ക ഇബിൻ നൗഫൽ ഇബിൻ അസദ് ഇബിൻ അബ്ദുൽ ഉസ്സ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് യാത്ര പോവാണ്. അപ്പൊ അദ്ദേഹം ഈ വരാനുള്ള പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ചൊക്കെ അറിവുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇത് മോശ പ്രവാചകന്റെ അടുത്ത് വന്ന, ശ്രദ്ധിച്ച് വായിച്ചു കേട്ടോ, മോശ പ്രവാചകന്റെ അടുത്ത് വന്നിട്ടുള്ള അതേ നാമൂസാണ്. അപ്പോൾ നാമൂസ് എന്ന വാക്ക് അദ്ദേഹം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. നാമൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്, നിയമങ്ങൾ കൊണ്ടുവരുന്ന ആള് എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് മോശ പ്രവാചകന്റെ അടുത്ത് വന്ന അതേ നാമൂസാണ്. എന്തുകൊണ്ടാണ് അവിടെ മോശ പ്രവാചകൻ എടുത്തു പറഞ്ഞത്? എല്ലാ പ്രവാചകന്മാരുടെ അടുത്തേക്കും ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ മോശ പ്രവാചകനെ റഫറൻസ് എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തേക്കുക. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വീണ്ടും പറയാണ്, നിന്റെ നാട്ടുകാർ നിനക്കെതിരെ തിരിയുന്ന സമയത്ത്, ആ ഒരു തിരിയുന്ന സമയത്ത് നിനക്കെതിരെ തിരിയുമെന്നുള്ളതും ആ ഒരു നബിയെ അവിടുന്ന് പുറത്താക്കുമെന്നുള്ളത് അദ്ദേഹം പിന്നീട് വീണ്ടും പറയുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി കൂടി നിങ്ങൾ കേട്ടോ, ആ നാട്ടുകാർ റസൂലിനെതിരെ തിരിയുമെന്നുള്ളത് അദ്ദേഹം അവിടെ പ്രവചിക്കുക ചെയ്യുന്നത്. ഇപ്പൊ 2 പോയിന്റ്, ഒന്ന് മോശ പ്രവാചകനെ റഫറൻസ് വെക്കുന്നു, 2 നാട്ടുകാർ റസൂലിനെതിരെ തിരിയുമെന്നുള്ളത് അദ്ദേഹം അവിടെ പറയാണ്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അങ്കിളിനോട് സംസാരിക്കുമ്പോൾ ആ ആളാണോ ഈ ആളെന്ന് ചോദിച്ചില്ലേ? അപ്പോ അത് ആരാന്നുള്ളതാണ് ഇപ്പൊ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ യോഹന്നാൻ സുവിശേഷം ജോൺ 1:19 മുതൽ 21 വരെ ഉള്ള വചനങ്ങളിലും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായിട്ടുള്ള യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അല്ലെങ്കിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുറച്ച് ജൂത പണ്ഡിതന്മാര് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ. ഓക്കെ, ആ ചോദ്യങ്ങൾ 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 ഡിഫറെന്റ് ആൾക്കാരെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീയാണോ മസീഹ്? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാനല്ല. നമുക്കറിയാലോ ആരാ മസീഹ്? ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹമാണ് മസീഹ്. പിന്നെ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, അവർ ചോദിക്കുകയാണ്, നീയാണോ ഏലിയാവ്, അത് ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീയാണോ ചോദിക്കുക. അപ്പോൾ അതിന് ഉത്തരമായിട്ട് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരം പറയാണ്, അല്ലെങ്കിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഉത്തരം പറയാണ്, ഞാനല്ല. മൂന്നാമതായിട്ട് വീണ്ടും ചോദിക്കുകയാണ്, നീയാണോ ദി പ്രോഫറ്റ്? നിങ്ങൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നീ പ്രവാചകനാണോ ചോദിച്ച അദ്ദേഹം പറയാം എന്താ, ഞാൻ പ്രവാചകനാണെന്ന് പറയും, കാരണം അദ്ദേഹം പ്രവാചകനാണ്. പക്ഷെ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നീയാണോ ആ പ്രവാചകൻ? നേരത്തെ അങ്കിളും ഫാദറും തമ്മിൽ സംസാരിച്ചപ്പോ ആ ആള് തന്നെയാണോ ഈ ആളെന്ന് ചോദിച്ചില്ലേ? അതേപോലെ തന്നെ ആ പ്രവാചകൻ നീയാണോ ചോദിക്കുക. അപ്പൊ അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാനല്ല. അപ്പോ 3 ആൾക്കാരെ കുറിച്ച്, നീ മസീഹാണോ? അല്ല. നീ ഏലിയാവാണോ? അല്ല. നീ ആ പ്രവാചകനാണോ? അല്ല. ഓക്കെ, ഇനി ആരാണ് ആ പ്രവാചകൻ? വീണ്ടും നോക്കാം. നമ്മൾ നേരെ ഡിറ്റോണമി 18:18 കടക്കുകയാണ്. അതില് ദൈവം പറയാണ്, ഐ വിൽ റൈസ് ദം എ പ്രോഫറ്റ് ഫ്രം എമംഗ് ദെയർ ബ്രദർ. അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ പ്രവാചകനെ ഉയർത്തും. സഹോദരങ്ങൾക്കിടയിൽ നിന്ന്. ആരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന്? ബനൂ ഇസ്രായേലുകാരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന്. ആരാണ് ബനു ഇസ്രായേലുകാർ എന്ന് നമുക്കറിയണം. ബനു ഇസ്രായേൽ എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ സയനിസ്റ്റ് കൺട്രി എന്ന്. ആണെന്നല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ആള് ശരിക്കും യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ. യഅ്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ.
അദ്ദേഹം ശക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നൊരു പേരാണ്. അതിലേക്ക് പിന്നെ വേറെ കടക്കാം, നമുക്കത് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഇസ്രായേൽ. അദ്ദേഹത്തിന്റെ മക്കളാണ് ബനു ഇസ്രായേൽ, ഇസ്രായേലി മക്കൾ. അദ്ദേഹത്തിന്റെ മക്കളാണ് പരമ്പര. ആ ഒരു വലിയ പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വചനത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ ദൈവം അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്നൊരു പ്രവാചനം ഉയർത്തും. ആരെ പോലെ? മോശയെ പോലെയുള്ള പ്രവാചകനെ. അതാണ് അടുത്ത പോയിന്റ്. നേരത്തെ വറക്ക ഇബ്നു നൗഫൽ അദ്ദേഹം മോശയുടെ അടുത്ത് വന്ന അതേ നാമൂസിന്റെ അടുത്ത് വന്നു പറഞ്ഞില്ലേ? എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം ഞാൻ പറയുന്നത് മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ എന്നുകൂടി പറയാം. അപ്പോ 3 കാര്യങ്ങൾ: 1, സഹോദരന്മാർക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഉയർത്തും; 2, മോശയെ പോലെയുള്ള പ്രവാചകന്; 3, ഞാൻ പറഞ്ഞു കൊടുത്തത് മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ദൈവം പറയാണ്, അള്ളാഹു പറയുന്ന 3 കാര്യങ്ങൾ. ഡ്യൂട്ടോണമി 18:18. അടുത്തതായിട്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആൾ കൂടിയാണ്. അതിന് തെളിയിക്കുന്ന വചനാണ് ഖുർആനിലെ 61:6. ഒരു അഹമ്മദ് എന്ന് പേരുള്ള പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ യോഹന്നാൻ സുവിശേഷം 16:7 യേശു ക്രിസ്തു നേരത്തെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു അഹമ്മദ് എന്ന് പേരുള്ള പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു വചനത്തിൽ പറയുന്നത് പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ സത്യം നിങ്ങളോട് പറയാം, ഓക്കെ, ഞാൻ നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇറ്റ് ഈസ് ടു യുവർ അഡ്വാൻറ്റേജ് ദാറ്റ് ഐ ആം ഗോയിങ് അവേ. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ആരോട് പറയാം? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ പോയില്ലെങ്കിൽ അവൻ വരില്ല. അപ്പോൾ ഒരാൾ വരാനുണ്ട്, പക്ഷെ ഞാൻ പോണം. ആരാണത്? അദ്ദേഹത്തിന് ആ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഹെൽപ്പർ, കംഫേർട്ടർ, അഡ്വക്കേറ്റ്, ഇന്റർസെസർ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അർത്ഥമുള്ള വാക്കാണ്. പാരക്ലീറ്റ് എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാരക്ലീറ്റ്, അതായത് ഗ്രീക്ക് ബൈബിളിന്റെ അകത്ത് പാരക്ലീറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത് യേശു ക്രിസ്തു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച ഭാഷ ഗ്രീക്ക് അല്ല, ഓക്കെ. എന്നാൽ പോലും ഗ്രീക്കിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും പാരക്ലീറ്റ് എന്നാണ്. അപ്പോൾ അതിൽ പറയാണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം വരികയില്ല എന്ന് പറയാണ്. അപ്പോൾ നമുക്ക് ഈ പാരക്ലീറ്റ് എന്ന വാക്കിനെ കുറിച്ച് നോക്കാം. ഈ പാരക്ലീറ്റ് എന്ന വാക്ക് യേശു ക്രിസ്തുവിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ വേണ്ടിയിട്ട് യോഹന്നാൻ സുവിശേഷം 1:2 പറയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പോലെയുള്ള ആ ഒരു ക്വാളിറ്റീസ് ഉള്ള ഒരു പ്രവാചകന് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് പോകുന്നത്? യേശു ക്രിസ്തു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത്. നമ്മൾ ബർന്നബാസും സുവിശേഷങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ബർന്നബാസ് സുവിശേഷം, അതായത് ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. അതിലൊരു സുവിശേഷമാണ് ബർന്നബാസ് സുവിശേഷം. അത് ക്രിസ്ത്യൻസ് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പേരെടുത്ത് പറയുന്നതായിട്ടും കാണാൻ സാധിക്കും. പക്ഷേ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇവർ പറയും നമ്മൾ അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ സുവിശേഷം എന്ന് പറയും. നമുക്കതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഇതന്നെ മതി, നമുക്ക് ഇതന്നെ ധാരാളം. ഇനി നമ്മൾ നേരത്തെ യോഹന്നാൻ സുവിശേഷം 16:7 പറഞ്ഞ പോലെ അതിനുശേഷം 16 തന്നെ 13 ഇനി ഉള്ള ആ ഒരു പാരക്ലീറ്റ്, ആ വരാൻ പോകുന്ന ആളുടെ ക്വാളിറ്റികളെ കുറിച്ച് പറയാണ്. അത് യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുക കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം, സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്, ആ ഒരു സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹം എല്ലാ സത്യത്തിലും വഴി നടത്തും. അദ്ദേഹം സ്വന്തമായി സംസാരിക്കുകയില്ല, ഒതോറിറ്റി സംസാരിക്കുള്ളൂ. ഒരു ഒതോറിറ്റി, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ അദ്ദേഹം സംസാരിക്കുള്ളൂ. ബട്ട് വാട്ട് എവർ ഹി ഹിയേഴ്സ് ഹി വിൽ സ്പീക്ക്, കേൾക്കുന്നത് മാത്രം അദ്ദേഹം പറയും. ആൻഡ് ഹി വിൽ ഡിക്ലെയർ ടു യു വാട്ട് ഈസ് ടു കം, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു തരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തു വെച്ചോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടോണമി 18:18 ആ ഒരു വചനം വീണ്ടും എടുത്ത് നോക്കുകയാണ്. അതിനകത്ത് കാണാൻ സാധിക്കും, ഐ വിൽ റൈസ് ദം എ പ്രോഫറ്റ് ഫ്രം എമംഗ് ദെയർ ബ്രദർ. അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഞാൻ ഉയർത്തും. മോശയെ പോലെ അദ്ദേഹം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ്? ദൈവം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം പറയും, ഓക്കെ. അതേപോലെ തന്നെയാണ് യേശു ക്രിസ്തു പറയുന്നത്. പാരക്ലീറ്റിന്റെ സ്വഭാവം എന്താണ്? ഒരു അതോറിറ്റി പറഞ്ഞു കൊടുക്കുന്നത് പറയും. ഇതാണ് പാരക്ലീറ്റിന്റെ സ്വഭാവവും ഇവർ വെയിറ്റ് ചെയ്യുന്ന മോശയുടെ പോലെയുള്ള വേറൊരു പ്രവാചകന്റെ ക്വാളിറ്റിയും ഒരേപോലെ തന്നെയാണ്. ഇനി
ഖുർആൻ ഇത് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അതായത് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. 53:3-4 3-4 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ കൃത്യമായിട്ട് ഖുർആൻ എടുത്തു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹു റസൂലിന്റെ ക്വാളിറ്റി എന്താണ്? റസൂല് സ്വന്തമായിട്ട് ഒന്നും പറയുന്നില്ല, പറയുന്നത് മുഴുവൻ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം. ഇനി ചില ആളുകൾ പറയും ഈ ഒരു മോശയെ പോലുള്ള പ്രവാചകൻ അത് യേശുക്രിസ്തു ആണെന്ന് പറയും. ആണോ? യേശുക്രിസ്തുവിന് ആ ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് അതിനേക്കാൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സാധനം കാണാൻ സാധിക്കും. Deuteronomy 34:10 അതിനകത്ത് ആൻഡ് there arose not a prophet since in Israel like unto Moses. മോശയെ പോലെയുള്ള പ്രവാചകന് ഇസ്രായേലിൽ വന്നിട്ടില്ല എന്ന്. അതായത് മോശയ്ക്ക് ശേഷം മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ വന്നിട്ടില്ല. ഇത് Deuteronomy 34:10 പറയുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീട് നോക്കാം. സമാരിറ്റൻ തോറ, സമാരിറ്റൻകാരുടെ തോറ, അതിന്റെ വേർഷന് അതിനകത്ത് എഴുതിയത് ഇങ്ങനെയാണ്. Deuteronomy 34:10 തന്നെ കേട്ടോ. നെവർ അഗെയിൻ ഡിഡ് ദർ അറൈസ് ഇൻ ഇസ്രായേൽ എ പ്രോഫറ്റ് ലൈക്ക് മോസസ്. മോശയെ പോലെ പ്രവാചകന് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയാം. അപ്പൊ മോശയെ പോലുള്ള പ്രവാചകൻ ഇനി ഇസ്രായേലിൽ വരിക എന്നുള്ളത് ഇമ്പോസിബിൾ. അത് പഴയ നിയമം തന്നെ തള്ളിക്കളയുന്ന കാര്യം. Deuteronomy 34:10 തന്നെ അത് തള്ളിക്കളയുന്നുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കില്ല, ഇതിൽ വന്നിട്ടുമില്ല, ഇനി വരാൻ പോകുന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്രദേഴ്സിന്റെ ഇടയിൽ നിന്നാണ് വരിക എന്നുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് യേശുക്രിസ്തു ആണ് ഈ ഒരു പ്രവാചകൻ, ഒരു നേരത്തെ പറഞ്ഞ മോശയെ പോലെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു മറുപടി അതുകൂടി പറയാം. ഒന്നാമതായിട്ട് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അഥവാ ജോൺ ദി ബാപ്റ്റിസ്റ്റോട് ചോദിക്കുന്നത് 3 ക്വസ്റ്റ്യൻസിൽ മസീഹിനെ കുറിച്ച് സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. മസീഹാണ് ആര്? മിശിഹയാണ് ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് മുസ്ലിം വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസും വിശ്വസിക്കുന്നുണ്ട്, ജൂതന്മാർ വിശ്വസിക്കുന്നില്ല. അപ്പം മസീഹാണ് ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മസീഹായ ആളല്ല പിന്നെ എന്ത്? മോശയെ പോലുള്ള പ്രവാചകന്. അത് 3 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മോസസിനും വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. പക്ഷെ യേശു ക്രിസ്തുവിന് ആരില്ല? പിതാവില്ലാതെ ജനിച്ച വ്യക്തിയാണ്. രണ്ടാമതായിട്ട് രണ്ടുപേരും നബിയും മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ട്. യേശു ക്രിസ്തു വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വ്യത്യാസം വീണ്ടും ക്രോസ് തെറ്റിപ്പോയി, അങ്ങനെ മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഭരണാധികാരികളായിരുന്നു. പക്ഷെ യേശു ക്രിസ്തു ഭരണാധികാരി ആയിരുന്നില്ല ഭൂമിയിൽ. അദ്ദേഹം പറഞ്ഞ എന്റെ രാജ്യം ഇതല്ല, സ്വർഗത്തെ രാജ്യം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ബൈബിളിൽ കാണാൻ സാധിക്കും. അതേപോലത്തെ രണ്ടുപേരും വലിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞത് എന്താ? ഞാൻ വന്നത് പ്രവാചകന്മാരുടെ നിയമങ്ങൾ നീക്കാനല്ല, നിവർത്തിപ്പാൻ എത്ര എന്ന് പറഞ്ഞു അദ്ദേഹം. നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് നിവർത്തിപ്പാൻ, ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ്. അല്ലാതെ അദ്ദേഹം പുതിയ മോശയെ പോലെയുള്ള ഒരു വലിയൊരു ബേസുള്ള ഒരു വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശരീഅത്ത് കൊണ്ടുവന്ന വ്യക്തിയല്ല ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ തന്നെ രണ്ടുപേരും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ ശത്രുക്കളുടെ കൊടിയ ശത്രുക്കളുടെ പീഡനം കാരണം അദ്ദേഹത്തെ അനുയായികളോട് കൂടെ പാലായനം ചെയ്തിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പാലായനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ക്വാളിറ്റി. രണ്ടുപേരും യുദ്ധം ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു യുദ്ധം ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ രണ്ടുപേരും നാച്ചുറൽ ഡെത്ത് ആണ്. യേശു ക്രിസ്തുവിന്റെ മുസ്ലിം വിശ്വാസം അനുസരിച്ച് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് ക്രിസ്ത്യൻസിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിനെ യഹൂദന്മാര് കൊന്നുകളഞ്ഞു എന്നുള്ള വിശ്വാസമാണ് ഊദുബില്ല ആ വിശ്വാസം അവർക്കുള്ളത്. Deuteronomy 33:2 നോക്കുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദൈവം സിനയിൽ നിന്ന് വന്നു. പിന്നെ സയ്യിർ എന്ന് പറയുന്നുണ്ട്. പിന്നെ പരാൻ എന്ന് പറയുന്നുണ്ട്. അതായത് സിന താഴ്വരയെക്കുറിച്ചും സയ്യിറിനെ കുറിച്ചും പരാനെ കുറിച്ചും ദൈവം 3 സ്ഥലങ്ങളിൽ തിളങ്ങിയെന്ന്. അതായത് ഒന്നാമതായിട്ട് ദൈവം സിനയിൽ നിന്ന് വന്നു, രണ്ടാമതായിട്ട് ദൈവം സയ്യിറിൽ ഉദിച്ചു, മൂന്നാമതായിട്ട് പരാൻ ദേശത്ത് അദ്ദേഹം തിളങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ 3 സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 സ്ഥലങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക. Deuteronomy 33:2. അപ്പോൾ എന്താണ് സയ്യിർ? സയ്യിർ എന്ന് പറഞ്ഞ സ്ഥലമാണ് പാലസ്തീൻ.
ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീസസ് യേശു ക്രിസ്തു വന്നത് എവിടെയാണ്? പാലസ്തീനിലാണ് വന്നത്. അതാണ് സൈർ. രണ്ടാമതായിട്ട് മോസസ് വന്ന സ്ഥലമാണിത് സിനാ താഴ്വര. അത് നേരത്തെ പറഞ്ഞു, സിനാ താഴ്വരയെ കുറിച്ച്. സിന ഓക്കെ, സിനാ താഴ്വരയിലാണ് മോശ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. മൂന്നാമതായിട്ട് പരാൻ ദേശം. ഏതാണ് ഈ പരാൻ ദേശം? പരാൻ ദേശത്ത് വന്ന പ്രവാചകൻ ആരാണ്? അല്ലെങ്കിൽ ദൈവം അവിടെ പ്രകാശിച്ചു പറയുമ്പോൾ അവിടെ എന്താ പ്രത്യേകത ഈ പരാൻ ദേശത്തില്? അവിടെ ഈ മോശയെ പോലെയുള്ള ജീസസിനെ പോലെയുള്ള ശക്തനായ പ്രവാചകൻ ഉണ്ടോ? ഈ പരാൻ ദേശം എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഈ പരാൻ ദേശം എന്ന് പറയുന്നത് അറേബ്യയാണ്. സൗദി അറേബ്യയുടെ ഭാഗമാണ് പരാൻ ദേശം. അവിടെ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും, ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തെളിയിക്കാൻ സാധിക്കും. പരാൻ ദേശം എന്ന് പറയുന്നത് സൗദി അറേബ്യ ആണെന്ന് ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇനി ഖുർആനിലും ഇതേ 3 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. വത്തീനി വസ്സൈത്തൂൻ, അത്തിമരവും ഒലിവും തന്നെയാണ് സത്യം. വത്തൂരി സീനീൻ, സിനാ താഴ്വരയും. വഹാദൽ ബലദുൽ അമീൻ, ഈ വിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ സെക്യൂർഡ് ആയിട്ടുള്ള ഈ ഒരു മെക്ക സിറ്റിയും. അപ്പൊ 3 സ്ഥലങ്ങള്. ഒന്ന് സൈർ, അള്ളാഹു ഫസ്റ്റ് സൈറിനെ കുറിച്ച് പറയുന്നത്, പിന്നീട് സിനാ താഴ്വരയെ കുറിച്ച് പറയാണ്, പിന്നെ പരാൻ ദേശത്തെ കുറിച്ച് പറയാണ്. നേരത്തെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു 3 ലൊക്കേഷൻസും അതേപോലെ തന്നെ ഇവിടെ ഖുർആനിലെ ഈ ഒരു വചനത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ വായിച്ചത് 95-ാമത്തെ അധ്യായമാണ്. 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും വചനങ്ങൾ. നമ്മൾ നേരെ ഈ പരാൻ ദേശത്തിന്റെ പ്രത്യേകത നോക്കാം. എന്താണ് പരാൻ ദേശത്തിലുള്ളത്, പറയാൻ മാത്രമുള്ളത് നോക്കാം. പരാൻ ദേശത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ജനസിസ് ഉൽപ്പത്തി 21-21 കാണാൻ സാധിക്കും. ഹി ഇസ്മായേൽ ലിവ് ഇൻ ദി വിൽഡർനെസ് ഓഫ് പരാൻ. പരാൻ ദേശത്താണ് ആര് താമസിച്ചിരുന്നത്? ഇസ്മായിൽ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിന് ഈജിപ്തിൽ നിന്ന് ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നേരെ സെറാኤൽ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ സയനിസ്റ്റ് രാജ്യത്തിന്റെ ആ ഒരു രാജ്യത്തിന്റെ അവരുടെ ഒരു ട്രാവൽ ഏജൻസിയുടെ വെബ്സൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇവർ ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പൊ അവർ കറക്റ്റ് പറയുന്നുണ്ട് അറേബ്യ ഡെസേർട്ട തിയറി. അപ്പോൾ റീസെന്റ് എക്സ്കവേഷൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് പരാൻ മേ ബി സിറ്റുവേറ്റഡ് ഇൻ ദി നോർത്ത് വെസ്റ്റേൺ സൗദി അറേബ്യ. സൗദി അറേബ്യൻ ഭാഗത്താണ്, സൗദി അറേബ്യയാണ് ഇപ്പോഴുള്ള എക്സ്കവേഷൻസ് കാണിക്കുന്നത്. പുതിയ കണ്ടെത്തലുകൾ വഴി കാണാൻ സാധിക്കുന്നത് സൗദി അറേബ്യയാണ് പരാൻ എന്ന് അവർ പറയാണ്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, പരാൻ ദേശത്തിലാണ് ആര് ജീവിക്കുന്നത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഈജിപ്തുകാരിയാണ്. അവര് പരാൻ ദേശത്ത് ജീവിക്കുകയാണ്. നമ്മൾ നേരെ ജനസിസ് വീണ്ടും ഉൽപ്പത്തി 17-20 നോക്കുകയാണ്. അതിനകത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ദൈവം പറയാണ്, ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് വലിയൊരു നാഷനാക്കിയിട്ട് മാറ്റും, അദ്ദേഹത്തിന്റെ പരമ്പര വലുതാക്കിയിട്ട് അദ്ദേഹത്തെ വലിയൊരു നാഷൻ, ഒരു സാമ്രാജ്യം, ഒരു രാജ്യമാക്കി അദ്ദേഹത്തെ മാറ്റും എന്നുള്ളത് അവിടെ പറയാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ സ്വഹീഹുൽ ബുഖാരിക്കകത്തുള്ള ഹദീസിലേക്ക് പോകുന്ന 2125. അതില് അത്താബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അമ്ർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. സ്വഹീഹുൽ ബുഖാരി 2125. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തോറയിലും പഴയ നിയമത്തിലും എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിരിക്കും, അദ്ദേഹം ഒരു താക്കീതുകാരനാണ്, അദ്ദേഹം അള്ളാഹുവിന്റെ ദൈവത്തിന്റെ അടിമ എന്നറിയപ്പെടുന്നു, അൽ മുത്തവാക്കിൽ എന്നറിയപ്പെടും. അതേപോലെ തന്നെ അദ്ദേഹം ശബ്ദമുണ്ടാക്കുന്ന, തെരുവുകളിൽ സംസാരിച്ച് ഒച്ച ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തോട് പൈശാചികത പ്രവർത്തിച്ച ആളുകളോട് അദ്ദേഹം വളരെ കാരുണ്യത്തോട് തിരിച്ചു പെരുമാറും. വളരെ കാരുണ്യത്തോട് കൂടിയിട്ട് കൈൻഡ്നെസ്സിലൂടെ അദ്ദേഹം തിരിച്ചു പെരുമാറും. അതേപോലെ തന്നെ അദ്ദേഹം തൗഹീദ് പ്രചരിപ്പിക്കുന്നവരെ, ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസം ജനങ്ങളിലേക്ക് പഠിപ്പിച്ച് അത് എത്തിച്ചു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയില്ല എന്ന് പറയാണ്. അപ്പൊ അതേപോലെ തന്നെ അദ്ദേഹം കണ്ണ് കാണാത്ത ആളുകളുടെയൊക്കെ കണ്ണുകൾ തുറക്കപ്പെടും, ചെവികൾ തുറക്കപ്പെടും എന്നൊക്കെ അവിടെ കൃത്യമായിട്ട് പറയാണ്. അപ്പൊ ഇതാണ് ഒരു ക്വാളിറ്റീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞതായിട്ടുള്ള ക്വാളിറ്റീസ്. അത്താബിന് യാസ് റളിയല്ലാഹു അൻഹുവിന് അമ്ർ ഇബ്നു ആസ്
റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് സ്വഹീഹുൽ ബുഖാരിക്കകത്ത് കാണുന്ന ഹദീസ്. ഈ ഹദീസ് പറ്റിക്കുന്ന എല്ലാവരും ഒന്ന് എടുത്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ നേരെ യെശയ്യാ പ്രവചനം 42:1 നോക്കാൻ പോവാണ്. അപ്പോ ഈ ഒരു 42ാമത്തെ യെശയ്യാ പ്രവചനങ്ങൾ മുഴുവനായിട്ടും ഒരു വ്യക്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർത്തു വെക്കുക. ഹദീസ് ഒരുപാട് ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ക്വാളിറ്റീസ് നമുക്ക് ഏകദേശം ഈ 42-നകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇത് വായിക്കുകയാണെങ്കിൽ, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ സെർവന്റ്, അബ്ദ്, ഫസ്റ്റ് ക്വാളിറ്റി നേരത്തെ പറഞ്ഞ ഹദീസിനകത്തുള്ളത്. എന്റെ ഉള്ളം പ്രസാദിക്കുന്ന വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ആരാണ് ജാതികള്? ജാതികൾ എന്ന് ജെന്റൈൽസ്, അതായത് ബനി ഇസ്രായേലുകാരല്ലാത്ത ആളുകളെയാണ് എന്ത് പറയുന്നത്? ജെന്റൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ ജെന്റൈൽസിനിടയിലേക്ക് വരുന്ന പ്രവാചകനാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ബാക്കോട്ട് പോയിട്ട് ആ സഹോദരങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ കണക്റ്റ് ആവും നമ്മൾ നോക്കാട്ടോ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു ഈജിപ്ഷ്യൻ യുവതിയെയാണ്. അവിടെ ജീവിച്ച് അദ്ദേഹം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ സമൂഹമായിട്ട് അറേബ്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ പരമ്പര വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ അതേ സമയത്ത് പാലസ്തീനിൽ അവിടെ ബനു ഇസ്രായേലുകാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇവർ തമ്മിലുള്ള സഹോദര ബന്ധം എങ്ങനെ കണക്ട് ആകുന്നുണ്ട്. നമുക്ക് നേരെ അതറിയണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പോകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബ്രഹാം പ്രവാചകന്റെ 2 മക്കൾ ആരൊക്കെയാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പര ജീവിക്കുന്നത് എവിടെയാണ്? പരാന്തശത്ത്, സൗദി അറേബ്യയിൽ. അതേപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പര ജീവിക്കുന്നത് എവിടെയാണ്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരാണ് ഇസ്രായേൽ. ബനി ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗം താമസിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? അവർ താമസിക്കുന്നത് പാലസ്തീനിലാണ്. അപ്പോൾ രണ്ടുപേരും സഹോദരന്മാരായിട്ട് മാറി. ജീനിയോളജി അനുസരിച്ചിട്ട് രണ്ടുപേരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കളിലൂടെ വന്ന ആളുകളാണ്. 2 മക്കളിലൂടെ വന്ന ആളുകളാണ്. രണ്ടുപേരും സഹോദരന്മാരാണ്. Children of Ishmael are our cousins, whether we like it or not. We don't know exactly today who's who, but certainly a lot of Bnei Ishmael are mixed into called the Arabs today, but they are our cousins to a great extent. Mixed in with them are our cousins. അപ്പൊ ദൈവം നേരത്തെ പറഞ്ഞ എന്താണ്? നിന്റെ സഹോദരന്മാർക്കിടയിൽ നിന്ന് ഞാൻ മോശയെ പോലെയുള്ള ഒരു പ്രവാചകനെ ഉയർത്തുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സഹോദരന്മാർ ആരാണ്? ഇസ്രായേലിന് പ്രവാചകന്മാർ വരില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശയെ പോലെയുള്ള ഒരു പ്രവാചകന് വരില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ വരാനുള്ള സാധ്യത എവിടെയാണ്? അത് തീർച്ചയായിട്ടും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന യെശയ്യാ പ്രവചനം 42:1 കാണുന്ന അബ്ദ്, പിന്നെ ദൈവം തെരഞ്ഞെടുത്തവന്, അതേപോലെ തന്നെ ദൈവത്തിന്റെ സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സഹായിക്കുന്നവനൊക്കാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ജെന്റൈൽസ് എന്ന് പറഞ്ഞ ആരാണ്? അത് ഇസ്രായേലി മക്കളല്ലാത്ത ആളുകളെയാണ് ജാതികൾ എന്ന് അറിയപ്പെടുന്നത്, ജെന്റൈൽസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി വീണ്ടും യെശയ്യാ പ്രവചനം 42:2 കടക്കുകയാണ്. അവിടെ കാണാൻ സാധിക്കും, അദ്ദേഹം ഒച്ചയുണ്ടാക്കുകയോ ശബ്ദമുയർത്തുകയോ ചെയ്യില്ല എന്ന് പറയാം. അദ്ദേഹം തെരുവ് വീതികളിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അദ്ദേഹം ശബ്ദം ഉയർത്തില്ല എന്ന് പറയാം. ഈ ക്വാളിറ്റി നമുക്ക് നേരെ അത്താബിൻ യാസ് റളിയല്ലാഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു സ്വഹീഹുൽ ബുഖാരിക്കത്തുൽ ഹദീസിൽ കാണാൻ സാധിക്കും റസൂലിന്റെ ഒരു ക്വാളിറ്റി. അവിടെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദം ഉണ്ടാക്കുകയില്ല, മാർക്കറ്റിൽ ശബ്ദം ഉണ്ടാക്കുകയില്ല എന്നുള്ളത് അള്ളാഹു റസൂലിനെ കുറിച്ചുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 42:6 കാണാൻ സാധിക്കും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്, കോവനന്റ് പറയുന്നുണ്ട്. 2, ജെന്റൈൽസ്, ജാതികളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ഒരു കരാറാക്കിക്കൊണ്ട്, ഒരു കോവനന്റ് ആക്കിക്കൊണ്ടാണ് ജനങ്ങളിലേക്ക് ദൈവം ആ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് എന്ന് പറയാം. അതേപോലെ തന്നെ ജാതികൾക്കിടയിൽ ഒരു പ്രകാശമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. ഈ 2 കാര്യവും സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്നതായിരിക്കും. യെശയ്യാ പ്രവചനം 42:11 ഒരു വ്യക്തമായിട്ട് 2 കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് നമുക്ക് വായിക്കാം. ലെറ്റ് ദി വിൽഡ്നസ് ആൻഡ് ഇറ്റ്സ് ടൗൺസ് റൈസ് ദെയർ വോയിസ്. നഗരങ്ങളും മരുഭൂമിയൊക്കെ ശബ്ദമുയർത്തട്ടെ. ലെറ്റ് ദി സെറ്റിൽമെന്റ്സ് വേർ കേദാർ ലീവ്സ് റീജോയ്സ്.
കേദാർ ജീവിക്കുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ചേരട്ടെ. ഓർക്കുക, കേദാർ ജീവിക്കുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ചേരട്ടെ. ലെറ്റ് ദ പീപ്പിൾ ഓഫ് സല, സലയിലുള്ള ആളുകൾ പാട്ട് പാടട്ടെ, സന്തോഷം കൊണ്ട് പാടട്ടെ. എന്തൊക്കെയാണ്? കേദാർ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ ഒരുമിച്ച് ചേരട്ടെ, സലയിലുള്ള ആളുകളെല്ലാം പാട്ട് പാടി സന്തോഷിക്കട്ടെ എന്ന് യെശയ്യാ പ്രവചനം 42:11. ആരാണ് കേദാർ? ആരാണ് കേദാർ? ജനസിസ്, വീണ്ടും ഉൽപ്പത്തിയിലേക്ക് പോവാം. ജനസിസ് 25:13 മുതൽ 15 വരെ വചനം. അതിൽ പറയുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന്റെ പേരാണ് കേദാർ. അതായത് ഒരുപാട് മക്കളുണ്ട്, അതില് ഒരു മകന്റെ പേരാണ് കേദാർ. അപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ കേദാർ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ ഒരുമിച്ച് ചേരട്ടെ എന്ന് പറയുമ്പോൾ എവിടെയാണത്? പരാൻ. എവിടെയാണ് പരാൻ? പരാൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ്. വീണ്ടും ഒരു വാക്ക് പറയുന്നുണ്ട്, സലയിലുള്ള ആളുകൾ പാട്ട് പാടട്ടെ എന്നുള്ളതാണ്. സല എവിടെയാണ്? ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. സല, മൗണ്ടെയിൻ ഇൻ സൗദി അറേബ്യ. സൗദി അറേബ്യയിലുള്ള മലയുടെ പേരാണ് സല. അപ്പോൾ സലയിലുള്ള ആളുകൾ പാട്ട് പാടട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് പുതിയൊരു പാട്ട്, പുതിയൊരു നിയമങ്ങൾ ഇറക്കപ്പെടും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഖുർആനിനെ കുറിച്ച് പറയുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇമാം മുസ്ലിം റഹിമുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനകത്തെ കൂടി നോക്കുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് വത്തീല ഇബ്നു അൽ അസ്കാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹു റസൂൽ പറയുന്നതായിട്ട് കേട്ടു. എന്ത്? അള്ളാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്ന് കിനാന ഗോത്രത്തിനെ എടുത്തു. അള്ളാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്ന് കിനാന ഗോത്രത്തിനെ അള്ളാഹു സെലക്ട് ചെയ്തു. പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? പിന്നെ അള്ളാഹു അവരിൽ നിന്ന് ഖുറൈശി ഗോത്രത്തിനെ സെലക്ട് ചെയ്തു. പിന്നെ ഖുറൈശികളിൽ നിന്ന് ബനൂ ഹാഷിം ഗോത്രത്തിനെയും അള്ളാഹു സെലക്ട് ചെയ്തു. അവരിൽ നിന്ന് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സെലക്ട് ചെയ്തു. അപ്പൊ റസൂലിന്റെ പരമ്പര പോകുന്നത് എങ്ങോട്ടാ? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര പോകുന്നത് എങ്ങോട്ടാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് പരമ്പര പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പര അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു പഴയ നിയമത്തിലുള്ള ഇസ്രായേലി മക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രവചനമാണ്, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് ഞാനൊരു പ്രവാചകനെ ഉയർത്തും. ആരെ പോലെ? മോശയെ പോലുള്ള പ്രവാചകന്. അത് വറക്ക ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ക്രൈസ്തവ പണ്ഡിതന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നേരത്തെ പറഞ്ഞൊരു ക്വാളിറ്റി അദ്ദേഹം പറഞ്ഞിരുന്നു, നിന്നെ നാട്ടുകാർ നിനക്ക് തിരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നാട്ടുകാർ തിരിയും പുറത്താക്കും എന്നുള്ള ആരെ ക്വാളിറ്റിയാ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്വാളിറ്റിയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്? അദ്ദേഹം പലായനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നിനക്ക് നാളെ വരും എന്നുകൂടി അദ്ദേഹം പറയാണ്. അപ്പൊ മോശയെ പോലെയുള്ള പ്രവാചകന്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ, അവരുടെ പിതാവ് ഇതേപോലെ തന്നെ ആ ആള് തന്നെയല്ലേ ആ ആള് എന്ന് ചോദിച്ച് അവര് ഉറപ്പിക്കുന്നതായിട്ട്. അതേപോലെ അവർ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് പോലും അവരത് അംഗീകരിക്കില്ല എന്ന് അവർ പറയാൻ അവർ കാരണമായി തീർന്നത് അവരുടെ വംശീയതയാണ്. അതായത് അവരുടെ വർഗത്തിൽ നിന്ന്, അവരുടെ ഗോത്രത്തിൽ നിന്ന്, ജീനിയോളജി എന്ന് വന്നില്ല, സഹോദരന്മാരിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഇസ്മായിലി മക്കളിൽ നിന്ന് വന്നതാണ്. അല്ലാതെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്ന് വന്ന ആളുകളല്ല എന്നുള്ള കാരണം കൊണ്ടാണ് അവര് സ്വീകരിക്കാതിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം സ്വീകരിച്ച കാര്യം പറഞ്ഞു. ഇങ്ങനെ അതേപോലെ യഹ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.